ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെലസ്ട്രോണിൻ്റെ അസ്ട്രോമാസ്റ്റർ 130 ഇക്യു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ വെയിറ്റ് കൂടുതലാണ്. അന്നേരം ഞാൻ എന്താക്കി, ഈ പോരായ്മ കണ്ടപ്പം, കാരണം എന്നും ഇത് ട്രൈപ്പോഡിൽ നിന്ന് ഊരി ഫിറ്റ് ചെയ്യുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ സെലസ്ട്രോൺ പവർ സീക്കർ 50AZ എന്ന ചെറിയൊരു ടെലസ്കോപ്പിന് ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തത്. അതിൻ്റെ വില 4500 അടുത്താണ്. ഇത് വന്നിട്ട് വില 21500 അടുത്തായിരിക്കുന്നത് ഇതിൻ്റെ വില. അവർ വന്നത് വെയിറ്റ് കാരണം, ഇതാണ് മെയിൻ വെയിറ്റ് വരുന്നത്, ഇത് രണ്ടും. ഈ വെയിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് അവർ ഗുഡ്സ് വണ്ടി വിളിച്ചിട്ടാണ് കൊണ്ടുപോയി തന്നത്. മുകളിലേക്കൊന്നും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, അത്രയും വെയിറ്റാണിത്. മോൻ പറഞ്ഞത് എന്താ വെച്ചാൽ വാർപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സ്ലോപ്പ് സ്ക്വയർ മുകളിലേക്ക് ഉണ്ട്, അപ്പം പിന്നെ ബുദ്ധിമുട്ടാണത്. എല്ലാ വീടും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഒരു നിലയുള്ള വീട് കുറവാണ്, അപ്പോൾ അത് പറ്റില്ല. പിന്നെ എൻ്റെ ഐഡിയ വെച്ചാൽ മുറ്റത്ത് സിമെൻ്റ് കൊണ്ട് ഉറപ്പിച്ചേക്കണം. അപ്പോൾ കാറ് പോകാൻ സ്പേസ് കുറവാണ്, മുറ്റം കാറ് തിരിക്കാനൊക്കെ ഭയങ്കര. പിന്നെ ബാക്കിൽ മുറ്റത്ത് വെച്ചാൽ അടുത്ത വീട്ടിൽ തെങ്ങിനെ തേങ്ങ വന്ന് വീഴുന്ന ബുദ്ധിമുട്ട്. ഞങ്ങളെ അടുക്കളേൻ്റെ വാതിൽ വലിയ തേങ്ങ വന്ന് വീഴും. തേങ്ങ അങ്ങനെ വീണാൽ നമ്മളെ മുതൽ നഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഗാലക്സി കാണാൻ പറ്റും, ആൻഡ്രോമീഡ ഗാലക്സി, മറ്റുള്ള ഗാലക്സികൾ, നെബുലകൾ, സ്റ്റാർസ്, സീരിയസ് സ്റ്റാർസ് ഞാൻ കണ്ടതാണ് സ്കൈ ഒബ്സർവേഷൻ സമയത്ത്. അത് ഞാൻ കാണുമ്പോൾ നല്ല ഡാർക്ക് വയലറ്റ്, നല്ല ഷൈനിങ് സ്റ്റാർ. അപ്പം എൻ്റെ സ്റ്റാറൊക്കെ വളരെ കൃത്യമായി കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ 20 കിലോൻ്റെ പുറത്തുണ്ട്. അപ്പോൾ അറിയല്ലോ എടുത്തു കൊണ്ടുപോകാനുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു ടെലിസ്കോപ്പ് ഓർഡർ ചെയ്തത്. ഞാനിപ്പം സ്കൈ ഒബ്സർവേഷന് എൻ്റെ കയ്യിലിപ്പം ഇതുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ കാണിച്ചില്ല, ഇതൊരു ബൈനാക്കുലറാണ്. ഇത് മെയ്ഡ് ഇൻ റഷ്യൻ്റെ ബൈനാക്കുലറാണ്. കണ്ടോ, കമ്പനീൻ്റെ പേരൊന്നും ക്ലിയർ ഇല്ല, അത്രയും കൊല്ലം പഴക്കമുണ്ടത്. ഒരു 40 വർഷത്തോളം പഴക്കമുണ്ടത്. റഷ്യൻ പട്ടാളക്കാർ ഉപയോഗിച്ച ബൈനാക്കുലറാണെന്നാണ് പറയുന്നത്. വെയിറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇതും ചന്ദ്രൻ്റെ ഉൾവശമൊക്കെ കാണാൻ പറ്റുന്ന അതിശക്തമായി. ഇതിൻ്റെ ഈ നേരത്തെ കാണിച്ച അളവിൻ്റെ സംഭവമൊക്കെ കേട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീ കിട്ടിയതാണ്. ഹസ്ബൻഡിൻ്റെ പിന്നെ അനിയൻ്റെ വൈഫിൻ്റെ കുടുംബക്കാർ, അമ്മോന്. പിന്നെ ഇത് വന്നിട്ട് ഇന്ത്യൻ ബൈനാക്കുലറാണ്. ഇത് ചെറിയ വില തോന്നും. ഇതിൻ്റെ കമ്പനി കണ്ടോ, നല്ല ക്ലിയർ ഉണ്ട്. ഇത്രയാണ് എൻ്റെ സ്കൈ ഒബ്സർവേഷൻ്റെ ഉപകരണം. അപ്പോൾ പുതിയ ടെലിസ്കോപ്പ് കണ്ട് വാങ്ങിക്കിട്ടിയാൽ സെലസ്ട്രോൺ പവർ സീക്കർ 50AZ കിട്ടിയാൽ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.